അവന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വളരെ പ്രിയനും ബഹുമാനീയനുമായ പാസ്റ്റർ CB ആൻഡ്രൂസ്, ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ബഹുമാന്യരായ സീനിയർ പാസ്റ്റേഴ്സ്, ദൈവദാസന്മാർ, മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനമറിയിക്കുന്നു. നാം കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ 6 പാഠങ്ങളാണ് പഠിച്ചത്. 1, എന്തുകൊണ്ട് ഈ യുദ്ധം. 2, ഈ യുദ്ധത്തിൽ എൻ്റെ നായകൻ ആരാണ്. 3, എൻ്റെ ശത്രു ആരാണ്. ശത്രു ആരാണ് എന്നതിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടെ പഠിച്ചു. ശത്രുവിൻ്റെ ലക്ഷ്യം എന്താണ്, ശത്രുവിൻ്റെ പതനം എന്താണ്, 5 തലങ്ങളിലായി ശത്രു വീഴുന്നു എന്നത്. ദേവപർവ്വതത്തിൽ ഇരുന്നവൻ അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്ന പതനം. 4, യുദ്ധക്കളം ഏതാണ്. 5, ഞാൻ ആരാണ്. 6, യുദ്ധത്തിൻ്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വാർ. ഇന്നലെ നാം അതാണ് പഠിച്ച് അവസാനിപ്പിച്ചത്. 7ാമത്തെ ക്ലാസ്സിലേക്ക്, 7ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കും. യുദ്ധത്തിലെ ജയത്തിന്റെ അടുത്ത ഘട്ടം ആണ് 7ാമത്തെ പാഠം. ശത്രുവിന്റെ ബലഹീനത. What is the weakness of the enemy? ഈ ബാങ്കിലൊക്കെ വലിയ പ്രോജക്റ്റിന് ലോൺ കൊടുക്കുമ്പോൾ SWOT അനാലിസിസ്, SWOT, SWOT അനാലിസിസ്, സ്ട്രെങ്ത് ഓഫ് ദ പ്രോജക്റ്റ്. അടുത്തത് വീക്ക്നെസ് ഓഫ് ദ പ്രോജക്റ്റ്. O stands for opportunity and T stands for threat. ഇപ്പൊ എന്താണ് ഈ ശത്രുവിൻ്റെ വീക്ക്നെസ്? 3 പ്രധാന ബലഹീനതകളാണ് ഞാൻ ശത്രുവിൽ നിങ്ങളുടെ മധ്യ ചൂണ്ടിക്കാട്ടുന്നത്. 3 ബലഹീനതകൾ. 1, എതിർത്താൽ ഓടി. യാക്കോബ് 4:7. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ശത്രുവിന് എതിർക്കുന്ന ആളെ കണ്ടാൽ പേടിയാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. പിശാചിനോട് നമ്മൾ അടുത്ത് എന്നാൽ, എതിർത്ത് നിന്നാൽ, ഇയാൾ വന്ന ഡിസ്റ്റൻസിൽ നിന്ന് വീണ്ടും ദൂരെ പോകും. അതാണ് നാം കർത്താവിനോടുള്ള പിശാചിന്റെ പരീക്ഷയിൽ കണ്ടത്. ഹി ജസ്റ്റ് റാൻ അവേ. ദൈവ പൈതലിന് ഒരു നിലയിലും പിശാചിനെ ഭയത്തിന് അവകാശമില്ല, ആവശ്യമില്ല. എതിർത്താൽ അവൻ ഓടിപ്പോകും. വിശദീകരിക്കുന്നില്ല. 2ാമത്തെ പാഠം, അവൻ ശക്തിയുള്ളവനാണെന്ന് അഭിനയിക്കുമെന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. പക്ഷെ കുറെ കൂടെ ധ്യാനിച്ചപ്പോൾ അത് തെറ്റാണ്. ശത്രുവിന് ശക്തിയുണ്ട്. യു കനോട്ട് അണ്ടർ എസ്റ്റിമേറ്റ്. ഞാൻ അതിനെ ഇങ്ങനെ മാറ്റി എഴുതി, അവൻ സിംഹശക്തി ഉള്ളവനാണെന്ന് അഭിനയിക്കും. സിംഹത്തിന്റെ ശക്തി ഉണ്ട് തനിക്കെന്ന് അഭിനയിക്കും. പക്ഷെ പുസ്തകം പറയുന്ന സിംഹശക്തി ഇല്ല. അലറുന്ന സിംഹം എന്ന പോലെ. ദിവസത്തിന് ഒരു പദം വരെ നാം വളരെ ഗൗരവത്തോടെ കാണും. വാക്യം 1 പത്രോസ് 5:8. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. അപ്പൊ അവന് സിംഹത്തിന്റെ ശക്തി ഉണ്ടെന്ന് അവൻ അഭിനയിക്കും. പക്ഷേ അവന് സിംഹത്തിന്റെ ശക്തി ഇല്ല. ശക്തി ഭാവിക്കും. ഇതൊക്കെ വിശദീകരിക്കാനാണെങ്കിൽ വളരെ രസകരമായി ഈ ശുശ്രൂഷയിലെ മനുഷ്യരുടെ അഭിനയങ്ങൾ വെച്ച് നമുക്കതിനെ അനലൈസ് ചെയ്യാം. വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കയറുന്നില്ല.
അഭിനയം ഈ ശുശ്രൂഷയിലെ ശുശ്രൂഷ മേഖലയിൽ വിവേചന വരമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യും. അന്യഭാഷ പറയുമ്പോൾ തന്നെ നമുക്ക് അകത്തുനിന്ന് വരും, ഓ ഇവൻ വെറുതെ ദൈവവുമായി ബന്ധമൊന്നും ഉണ്ടായിട്ട് വായിന്ന് വരുന്നതല്ല, ജഡത്തിൽ നിന്ന് വരുന്നു. അഭിനയ മേഖല ശത്രുവിൻ്റെ ഒരു സംഭാവനയാണ്. ഞാൻ ആവർത്തിക്കുന്നു, അഭിനയം ശത്രുവിൻ്റെ ഒരു സംഭാവനയാണ്. മൂന്നാമത്തെ പാഠം വളരെ പ്രായോഗികമായ പാഠം, വളരെ പ്രധാനപ്പെട്ട ശത്രുവിൻ്റെ ബലഹീനത. മൂന്നാമത്തത്, ഇടം കൊടുത്താലല്ലാതെ അകത്ത് കയറാൻ പറ്റില്ല. വളരെ സീരിയസ് ആണ്. നാം വളരെ ലഘുവായി കാണുന്ന ഒരു കാര്യത്തിലാണ് ശത്രു നമ്മുടെ അകത്ത് കയറുന്നത്. നിങ്ങൾക്കറിയാം വാക്യം എഫേസ്യർ 4:27, പിശാചിന് ഇടം കൊടുക്കരുത്. പക്ഷെ എങ്ങനെയാ ഇടം കൊടുക്കുന്നതെന്ന് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കും, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അടുത്ത പദം, പിശാചിന് ഇടം കൊടുക്കരുത്. കണക്ട് ചെയ്യണം ആ രണ്ട് വാക്യങ്ങൾ തമ്മിൽ. കോപം പിശാചിന് വഴി തുറന്നു കൊടുക്കുന്ന സ്ഥലമാണ്. ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഒരു ആത്മീയന് കോപിക്കാൻ അവകാശമില്ല, കോപിക്കാൻ പാടില്ല. കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളൊരു വിശകലനം നടത്തണം. നമ്മുടെ ഭൂരിപക്ഷം ചർച്ചുകളിലും നേതാക്കന്മാരിലും ഏതാത്മാവാണ് വ്യാപരിക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കണം. കോപിക്കുന്നത് തെറ്റല്ല, പക്ഷെ കോപിച്ചാൽ പാപത്തിലേക്ക് വീഴും. നമുക്കറിയാം, ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ ഉദാഹരണം പറയാം. നമുക്ക് ദേഷ്യം വന്ന് നമ്മുടെ പിള്ളേരെ തല്ലുക. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ്? നമുക്ക് കുറെ കഴിയുമ്പം കുറ്റബോധം വരും. അത് വേണ്ടായിരുന്നു. പക്ഷെ പിള്ളേരെ തല്ലുന്നത് തെറ്റല്ല, പക്ഷെ കോപിച്ച് തല്ലുമ്പോൾ അതിന് നെഗറ്റീവ് റിസൾട്ട്. ഇപ്പൊ മുൻകോപം വിവരിക്കുന്നില്ല ഞാൻ. നിങ്ങൾക്ക് കയ്യിന്റെ വീഴ്ചയുടെ 10 ഘട്ടങ്ങൾ കാണാൻ പറ്റും. കയ്യിന്റെ വീഴ്ചയുടെ ആദ്യ ഘട്ടം കോപമാണ്. അപ്പൊ കോപത്തിൽ നിന്ന് അവസാനം ആൾ തൻ്റെ ദൈവ സാന്നിധ്യം വിട്ട് ഓടി ഒരു പട്ടണം പണിതു. ഹി മെയ്ഡ് ഹിസ് ഓൺ കിങ്ഡം. ദയവായ കയ്യിന്റെ ഫോൾസ് തന്നെത്താനൊന്ന് പഠിക്കണം. സ്വന്തം പട്ടണം പണിതുണ്ടാക്കി. റണ്ണിങ് അവേ ഫ്രം ഗോഡ്. 3 പാഠങ്ങൾ. 1, എതിർത്താൽ ഓടിപ്പോകും. 2, സിംഹശക്തിയുള്ളവനാണെന്ന് അഭിനയിക്കും. 3, ഇടം കൊടുത്താലേ അകത്ത് കയറും. എന്തൊരു കരുതലാണെന്ന് നോക്കണം നമ്മുടെ ജീവിതത്തിൽ. പിന്നെ വെറുതെ കയറിയൊന്നും നമ്മളെ ആക്രമിക്കാൻ ശത്രുവിന് കഴിയില്ല. പെർസിക്യൂഷന്റെ ഏരിയ അല്ല ഞാൻ ഈ പറയുന്നത്. അത് നിങ്ങൾ വിട്ടുപോകരുത്. കൗശലമേറിയ പാമ്പിന്റെ പദ്ധതിയാണ്. പെർസിക്യൂഷൻ ഈസ് ഔട്ട്വേർഡ് അറ്റാക്ക്. അറ്റാക്ക് ഓഫ് ദ സ്നേക്ക് ഈസ് ഇൻവേർഡ് അറ്റാക്ക്. എൻ്റെ ഹൃദയത്തിൽ ആരംഭിക്കൽ. നമ്മൾ പഠിച്ചു, ഹൃദയമാണ് യുദ്ധക്കളം. പെർസിക്യൂഷനിൽ പിശാച് ഒരു പരിധിക്ക് അപ്പുറത്ത് പോകത്തില്ല. കാരണം പിശാചിന് ഗ്രഹിക്കുവാൻ കഴിയും, പെർസിക്യൂഷൻ ചർച്ചിനെ നശിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. താൽക്കാലികമായി ദൈവസഭയെ നശിപ്പിക്കാമെങ്കിലും ഫൈനലി ദ ചർച്ച് വിൽ ഗ്രോ. ചർച്ച് ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക്
വളരെ മനോഹരമായത് മനസ്സിലാക്കാൻ. വടക്കേ ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, യു പിയിൽ, ഒറീസയിൽ, രാജസ്ഥാനിൽ, എന്തിന് കർണാടകയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ബാംഗ്ലൂരുള്ള ഒരു സഹോദരൻ എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ ചർച്ചിന്റെ ഹിസ്റ്ററി, ചർച്ചിന്റെ ഇന്നത്തെ ഘട്ടത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ആദ്യം ആക്രമിക്കുക അവർ, ആരാധനയ്ക്ക് വരുന്നവരെ പേടിപ്പിക്കാൻ. പക്ഷെ ഇപ്പൊ അവരെ നിർത്തി. കാരണം അവർക്ക് മനസ്സിലായി ഈ പേടിപ്പിക്കൽ കൊണ്ട് ഈ എൻഡ് റിസൾട്ട് ദേശവാസികൾ എതിരാകുന്നവരോട്, ആലയത്തിൽ വരുന്നവരുടെ എണ്ണം കൂടുന്നു. A persecution attack of the devil has a limit. പക്ഷെ മറ്റേറിയ ഇൻവേർഡ് അറ്റാക്ക്, എൻ്റെ അകത്തോട്ടുള്ള ആക്രമണമാണ് പിശാചിന്റെ പ്രധാന ആയുധം. തിരിച്ചറിയണം ദൈവമക്കൾ. ആത്മീയർ എന്ന് ഭാവിക്കുന്നവർ കോപിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇയാളുടെ അകത്ത് വാസ്തവമായി ഒരു ദൈവക്രിയ നടന്നിട്ടില്ല. ഇത് ഞാൻ വളരെ ബ്ലണ്ട് ആയിട്ടാണ് ഇത് പറയുന്നത്. കർത്താവിനെ നിങ്ങൾ പഠിച്ചു നോക്കും. He never got angry when he was attacked. ആലയത്തിന്റെ അശുദ്ധിയിൽ കർത്താവ് കോപിക്കും. നമ്മൾ നേരെ തിരിച്ചാണ്. ആലയത്തിൽ എന്ത് നടന്നാലും ഒരു കുഴപ്പമില്ല, പക്ഷെ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. കോപം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ സ്നേഹബുദ്ധിയാ പ്രബോധിപ്പിക്കുന്നു. ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ജയം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ that is a disastrous. ദൈവത്തോട് മുട്ടിപ്പായിട്ട് പറയാം, എന്നെ സൗമ്യനാക്കണമേ കർത്താവേ, എന്നെ സൗമ്യനാക്കണമേ. കാരണം പിശാചിന് ഇടമിട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇംഗ്ലീഷിലെ ഏതോ ഒരു പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഗിവ് നോ വെന്റ് ടു സൈറ്റൻ. വെന്റ് എന്ന് പറഞ്ഞാൽ സുഷിരം. ഒരു സുഷിരം ഇട്ട് കൊടുത്താൽ മതി, ഇദ്ദേഹം കേറി അത് വലുതാക്കി അകത്ത് ചാടിക്കും. കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പരസ്പരം കോപിച്ചാൽ that day is gone, അല്ലേ? അന്നത്തെ ദിവസം പാഴായി പോയില്ലേ? പ്രാർത്ഥന പോലും നടക്കത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ബന്ധങ്ങൾ മുറിയും കോപത്തിൽ. വാക്കുകൾ അയോഗ്യമായത് വരും കോപത്തിൽ. ദൈവിക സന്തോഷം നഷ്ടപ്പെടും കോപത്തിൽ. വിവരിക്കാൻ സമയമില്ല. കോപത്തെക്കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ട് നാം മനസ്സിലാക്കണം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിശാച് അകത്ത് കയറി വാഴും കോപിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ. അവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പിശാചിന്റെ ആക്രമണത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മെ വീഴിക്കാൻ ശ്രമിക്കുന്നത് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നവരുടെയാണ്. കർത്താവിലേക്ക് നോക്കിയാൽ അറിയാം, കർത്താവിന്റെ ക്രൂശ് എന്ന ലക്ഷ്യത്തെ തടയാൻ പിശാച് വിവിധ നിലകളിൽ ശ്രമിച്ചു. ജനനത്തിന് മുമ്പേ ആരംഭിച്ചു. മറിയ ഗർഭിണിയായപ്പോഴേ യോസഫിനെ തെറിപ്പിക്കാൻ ശ്രമിച്ചു. ജനിച്ചു കഴിഞ്ഞപ്പോൾ കൊന്നുകളയാൻ ശ്രമിച്ചു. കൂടെ നടന്ന പത്രോസിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ബാക്കി നിങ്ങൾക്കറിയാം. മത്തായി 16:23, സാത്താനേ എന്നെ വിട്ടു പോ, നീ എനിക്കിടർച്ചയാവുന്നു. അടുത്ത പദം നാം ശ്രദ്ധിക്കാറില്ല. അടുത്ത പദം വളരെ സീരിയസ് ആണ്. നീ ദൈവത്തിന്റെ അല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത്. Anything that is human is from devil. കർത്താവ് പറയുകയാണ്, നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത്.
ഒരു ഹ്യൂമൻ കിങ്ഡം പണിയാൻ ആത്മീയ ശുശ്രൂഷയിൽ ശ്രമിക്കുന്ന നിരവധി ആളുകളെ നമ്മുടെ ചുറ്റും കാണാം. ഹ്യൂമൻ കിങ്ഡം മറക്കരുത്. ആത്മീയ ശുശ്രൂഷയിൽ പോലും, സുവിശേഷ വേലയ്ക്കകത്തു പോലും വഞ്ചന കയറ്റാൻ പിശാച് ശ്രമിക്കും. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, അസൂയ കൊണ്ട് വ്യാജമായിട്ട് ഒക്കെ ശുശ്രൂഷിക്കുന്നു. കർത്താവിനെ അല്ലേ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 4ാമത്തെ ദിവസവും ആദ്യത്തെ സെഷനിൽ ലുക്ക് ഇൻടു യുവർ ഹാർട്ട് ആൻഡ് സീക്ക് ഗോഡ്സ് ഹെൽപ്പ്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ദേഷ്യപ്പെടാൻ ഇടവരല്ലേ കർത്താവേ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ തമ്മിൽ ദേഷ്യപ്പെടാൻ ഇടവരുത്. ദേഷ്യപ്പെട്ടാൽ സന്ധ്യയ്ക്കപ്പുറത്തത് കൊണ്ടുപോകല്ലേ കർത്താവേ. ഓവർനൈറ്റ് ക്യാരി ചെയ്യല്ലേ. ഞാൻ നിങ്ങളോട് പ്ലീഡ് ചെയ്ത് ആവശ്യപ്പെടുന്നു. ഓവർനൈറ്റ് കയ്പ് സൂക്ഷിക്കരുത്. ദാറ്റ് വിൽ ഡിസ്ട്രോയ് യുവർ സ്പിരിച്വൽ ലൈഫ്. അഭിനയിക്കാൻ നമുക്ക് ആത്മീയരായിട്ടൊക്കെ, പക്ഷെ ഇൻവേർഡ്ലി യു വിൽ ബി കറപ്റ്റ്. അതിനൊരു സംശയമില്ല. ഓവർനൈറ്റ് കയ്പ് സൂക്ഷിക്കരുത്. ഒരിക്കലൊരു കുടുംബം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. ഭർത്താവിൻ്റെ ഒരു പ്രധാന ആരോപണം, ഇവള് പ്രാർത്ഥിക്കാൻ വരത്തില്ല പാസ്റ്ററെ. ഞാൻ ആത്മാവിൽ വിവേചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ആ പെൺകുട്ടിയാണ് ഇയാളെക്കാൾ കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്നത്. പെൺകുട്ടി പറഞ്ഞ മറുപടി, പാസ്റ്ററെ, ഈ അച്ഛൻ ഞാനുമായി ആത്മാവിൽ ഒരൈക്യവും ഇല്ല, പിന്നെ ഇങ്ങരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ കളിയാക്കുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, ഓവർനൈറ്റ് നെവർ കീപ് ബിറ്റർനെസ്. കൂട്ടുവേലക്കാരോടായാലും, മക്കളോടായാലും, മാതാപിതാക്കളോടായാലും, സഹോദരങ്ങളോടായാലും പിശാച് വാഴാൻ അനുവദിക്കരുത്. അനുവദിക്കരുത്. ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്, ഇറ്റ് ഈസ് ഇൻ മൈ ഹാൻഡ്സ്. മറക്കരുത്. 8ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കും. 8ാമത്തെ പാഠത്തിന്റെ തലക്കെട്ട് എതിരാളിയുടെ ആയുധം എന്ത്? എതിരാളിയുടെ ആയുധം എന്ത് എന്നതിനേക്കാൾ കുറെ കൂടെ ഭംഗിയുള്ള പ്രയോഗം തിരുവെഴുത്തുമായി നോക്കുമ്പോൾ എതിരാളിയുടെ തന്ത്രം എന്ത്? What is his strategy? What is his method? തന്ത്രങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ ഡെഫിനിഷൻ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് ആ വാക്യങ്ങളെല്ലാം അറിയാം അല്ലെ? 2 കൊരിന്ത്യർ 2:11, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അവന്റെ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. എഫേസ്യർ 6:11, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ. യാക്കോബ് 4-ലും എതിർക്കുക എന്ന പദമാണ് ഉപയോഗിച്ചത്. എഫേസ്യർ 6:11 ഉപയോഗിക്കുന്നത് എതിർക്കുക എന്നതാണ്. അപ്പൊ എന്താണ് തന്ത്രം? തന്ത്രത്തിന്റെ ഒരു ഡെഫിനിഷൻ, ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ. സിസ്റ്റമാറ്റൈസിങ് ഓഫ് എറർ. അതിന് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞിട്ട് തന്നെ മലയാളം പറയാൻ ശ്രമിക്കാം. Systematizing of error and making it such a perfect counterfeit that only those who are experienced in truth can detect it. Systematizing of error. തെറ്റിനെ കൃത്യമായി ക്രമീകരിച്ച് and making it such a perfect counterfeit of truth. സത്യത്തിന്റെ കൃത്യമായ വ്യാജ രൂപമുണ്ടാക്കും. which
only those who are experienced in truth can detect it. സത്യം അറിയാവുന്ന, കൃത്യമായി സത്യം അറിയാവുന്നവർക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ കഴിയൂ. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം പറയാം. എന്നെ ഓർഡൈൻ ചെയ്തതും എൻ്റെ ഒരു മെയിൻ മെന്ററും പാസ്റ്റർ ടി ജോസഫ് ആയിരുന്നു. ബഹ്റിനിലുണ്ടായിരുന്നു, ബാംഗ്ലൂരിലുള്ള ഉണ്ടായിരുന്ന. He was such a great man of God. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ലാതാണ് തൻ്റെ ബഹ്റിൻ ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ചെന്നത്. എൻ്റെ 1997 ഡിസംബർ 25 ഞാനും അദ്ദേഹവും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രവും. അതേപോലെ സേവിയർ ജെയിംസെ, ഒരുത്തൻ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കറിയാം ഇവൻ ഏത് ആത്മാവിലാ ശുശ്രൂഷിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വളരെ പ്രസിദ്ധനായ, പേര് പറയുന്നു യോഗ്യമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, കേരളവും വിദേശങ്ങളിലൊക്കെ പറന്ന് നടന്ന് ശുശ്രൂഷിച്ചിരുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറയുകയാണ് എന്നോട്. അവൻ എഴുന്നേറ്റ് തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവനാള് തട്ടിപ്പാണെന്ന്. നിങ്ങൾ ഈ പദം ശ്രദ്ധിച്ചു. Systematizing of error and making it such a perfect counterfeit of truth, which only those who are experienced in truth can detect. സത്യത്തിന്റെ, പൗലോസിന്റെ ഭാഷാവാക്യത്തോട് ഈ നിർവചനത്തോട് കണക്ട് ചെയ്താൽ സത്യത്തിന്റെ പരിജ്ഞാനം, സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചവർക്ക് ഇത് കൃത്യമായി തിരിച്ചറിയാം. ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിരവധി ഇടങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിനോട് എനിക്കൊരു പ്രത്യേക ബഹുമാനമാണ്. അതാണ് എനിക്ക് പാസ്റ്റർ CB ആൻഡ്രൂസിനോടുള്ള ആദരവിന് ആക്കം വർദ്ധിപ്പിച്ചത്. അതിന്റെ കാരണം ഈ പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള പരമാവധി ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുള്ളത്. അതെനിക്കൊരു വലിയ എൻകറേജ്മെന്റ്. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയുന്നു, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് ഫ്രീ ടു കറക്റ്റ് മീ. ഐ ആം ഓപ്പൺ ടു കറക്ഷൻ. കാരണം you have seen the truth, you have experienced the truth. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവർക്ക് കൗണ്ടർ ഫീറ്റ് കണ്ട തിരിച്ചറിയാൻ കഴിയും. തന്ത്രങ്ങൾ എന്താണ് ശത്രുവിന്റെ തന്ത്രങ്ങൾ 7 ഞാൻ സെലക്ട് ചെയ്തു. ഈ ആത്മീക യുദ്ധത്തെ കുറിച്ചുള്ള ഗൗരവ പഠനം പ്യൂരിറ്റൻ ടീച്ചേഴ്സ് ധാരാളം ചെയ്തു. അതിൽ അഗ്രഗണ്യനായിരുന്നു തോമസ് ബ്രൂക്സ്. തോമസ് ബ്രൂക്സിന്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: ടു പ്രസന്റ് ദ ബെയ്റ്റ് ആൻഡ് ഹൈഡ് ദ ഹുക്ക്. To present the bait and hide the hook. ഇരയെ കാണിക്കും, പക്ഷെ ചൂണ്ട കാണിക്കില്ല. ശത്രുവിന്റെ തന്ത്രത്തിന്റെ കാതലാണ് തോമസ് ബ്രൂക്സ് വരച്ച് കാണിക്കുന്നത്. കഴിയുമെങ്കിൽ നിങ്ങൾ തോമസ് ബ്രൂക്സിന്റെ പഠനങ്ങൾ വായിക്കുന്നത് ഒത്തിരി ഒത്തിരി പ്രയോജനമായിരിക്കും. അതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മുടെ പ്രസംഗമൊക്കെ എത്ര പെരിഫറലാണ് എന്ന് നാം തിരിച്ചറിയും. To present the bait but hide the hook. മറക്കരുത്, നമ്മുടെ ജീവിതത്തിലും കൃത്യമായ ബോധ്യമില്ലെങ്കിൽ
ഇരയെ കണ്ട് നാം ചാടി വീഴും, ചൂണ്ട നമ്മെ കൊത്തും. എഫേസ്യർ 6:16 വായിക്കാമോ? ജോർജ് കുട്ടിയൊക്കെ ഞാൻ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട് എനിക്ക്. എഫേസ്യർ 6:16 എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ ദുഷ്ടന്റെ തീയമ്പുകൾ, തീയമ്പല്ല, തീയമ്പുകൾ. നോക്കാം നമുക്ക്. യു ഷാൽ, ഇംഗ്ലീഷ്, ഈ മലയാളത്തിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ലാത്തതിന്റെ ഒത്തിരി അപാകതയുണ്ട് നമ്മുടെ പരിഭാഷയ്ക്ക്. ഇംഗ്ലീഷിലെ വാക്ക് യു ഷാൽ ബി ഏബിൾ ടു ക്വഞ്ച് all the fiery darts of the wicked. All the fiery darts. It is very selective. It is definite. ദുഷ്ടന്റെ എങ്ങനെ പറയാം, കൃത്യമായ തീയമ്പ്. The darts. വലവിരിക്കുന്നത് വേട്ടക്കാരൻ, പക്ഷെ വീഴുന്നത് പക്ഷിയാണ്. സദൃശവാക്യം 26-ാം അധ്യായം 18-19 വാക്യം. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളിയെന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്നത് പോലെയാകും, എറിയുന്ന ഭ്രാന്തനെ പോലെയാകും. നിങ്ങൾ ചോദിക്കും, എന്തുവാ പാസ്റ്റർ ഇതുമായിട്ടുള്ള കണക്ഷൻ ഈ വാക്യത്തിന്? ആ വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെയാകും. വഞ്ചനയുടെ തിരുവെഴുത്തിലെ പ്രയോഗമാണ് അമ്പ്. അമ്പ്. പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെ കെടുത്താം നമുക്ക്. എന്തൊരു കോൺഫിഡൻസ് ആണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. ഞാൻ ഈ തീയമ്പിലൊന്നും വീഴത്തില്ല, ഈ തീയമ്പിന് എന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല, ഞാനത് കെടുത്തും, ഞാനത് കെടുത്തും. I will not allow him to make an entry into my life. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് നിശ്ചയമായി നാം പറയണം, ഇല്ല, ഞാൻ ശത്രുവിന് അവസരം കൊടുക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ. ദൈവത്തിന് സ്തോത്രം. തോമസ് ബ്രൂക്സിന്റെ ചില പാഠങ്ങൾ വേഗത്തിൽ ഞാൻ പറയുന്നത് ബൃഹത്തായൊരു പുസ്തകമാണ്. അതിലെ 4 പ്രധാന കാര്യം വളരെ പ്രയോജനമാണ്. ഒന്ന്, ഞാൻ ഈ പേര് ഉദ്ധരിച്ച് പറയുന്നത് അത് എൻ്റെ സ്വന്തമല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, സ്വന്തം ആശയമല്ല. ഒന്ന്, to present the bait and hide the hook. അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നത് എബ്രായ ലേഖനത്തിന് ഒരു പാരലൽ വാക്യം, എബ്രായർ 3:13, നിങ്ങൾ ആരും പാപത്തിന്റെ ചതി, പാപത്തിനകത്തൊരു ചതിയുണ്ട്. ഉദാഹരണം ഉൽപ്പത്തി 3 തന്നെ എടുത്താൽ മതി. 3:4 വായിച്ചാട്ടെ സഹോദരി. ഉൽപ്പത്തി 3:4. സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് 4 പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കാം. 4 പ്രധാന കാര്യം. ഒന്ന്, നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കും. Devil never tells the consequence of sin. നിങ്ങളുടെ കണ്ണു തുറക്കും. അവരുടെ കണ്ണ് തുറന്നില്ലേ?
കണ്ണു തുറന്നു. അപ്പൊ പറഞ്ഞത് കളവാണോ? പറഞ്ഞത് കളവല്ല. പക്ഷെ സത്യമാണോ? പക്ഷെ സത്യമല്ല. ഇതാണ് ശത്രുവിന്റെ പദ്ധതിയുടെ മനോഹരമായ ചിത്രം. അവരുടെ കണ്ണ് തുറന്നു. 7-ാം വാക്യത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, അവരുടെ കണ്ണ് തുറന്നു. നിങ്ങളുടെ കണ്ണു തുറക്കും എന്ന് ശത്രു പറഞ്ഞത് സത്യമാണ്. പക്ഷേ അതിന്റെ കോൺസിക്വൻസ് പറഞ്ഞു കൊടുത്തില്ല. അതിന്റെ ഫലം, അതിന്റെ എൻഡ് റിസൾട്ട് പറഞ്ഞു കൊടുത്തില്ല. ഇതാണ് ഒന്നാമത്തെ പദ്ധതി. 2, ദൈവം കളവ് പറഞ്ഞു എന്നതുകൊണ്ട് ശത്രു ഇന്നും ചെയ്യുന്ന പദ്ധതി ദൈവത്തിന്റെ പുസ്തകം കളവാണ് എന്നാണ്. God lies means this is not true. ഇന്നത്തെ അമേരിക്കൻ ഇവാഞ്ചലിക്കൽ ചർച്ചസിൽ ബഹുഭൂരിപക്ഷവും ഇത് അന്ന് എഴുതിയതാ, അന്നത്തെ കാര്യമാ, അന്നത്തെ സമൂഹത്തിന് വേണ്ടി എഴുതിയ. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു അസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ എഴുതിയെല്ലാം കളവാണെന്നാണ്. വേദപുസ്തകത്തിന് ദേശ വ്യത്യസ്തമായ നിലപാടില്ല. വേദപുസ്തകത്തിനു ലോകം മുഴുവനും ഒറ്റ നിലപാടേ ഉള്ളൂ. അത് ഇംഗ്ലണ്ടിന് വേണ്ടി മറ്റൊരു വ്യാഖ്യാനം, കേരളത്തിന് വേണ്ടി മറ്റൊരു വ്യാഖ്യാനം, അങ്ങനെ ഒന്നും പുസ്തകത്തിനില്ല. There is only one culture that you can follow, and that culture is biblical culture. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പ്രായോഗിക വിശദീകരണത്തിലേക്ക് പോകാൻ സമയമില്ല. മൂന്നാമത്തത്, ദൈവത്തിന്റെ മനുഷ്യനോടുള്ള വിശ്വസ്തതയെ സംശയിപ്പിച്ചു. Put the seed of doubt. നിങ്ങൾ മരിക്കില്ല, ദൈവത്തെ പോലെ നിങ്ങളാകുമെന്ന് ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ. എത്ര ഭംഗിയായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വസ്തരായ പരമാർത്ഥികളായ വലിയ ആവലോടെ ദൈവത്തെ സേവിക്കുകയും ദൈവമക്കളെ സ്നേഹിക്കുകയും സീരിയസ് ആയി ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർക്ക് എന്ത് റിസപ്ഷനാണ് നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്നത്? ഓ, അയാൾ വലിയ എക്സ്ട്രീം ടീച്ചിങ് ഉപയോഗിക്കുന്ന പദമാണ്, എക്സ്ട്രീമാണ്. ഞങ്ങൾക്ക് വേണ്ടത് കംഫർട്ടിങ് ടീച്ചിങ് ആണ്. ഈ പുസ്തകത്തിലുള്ളത് തന്നെയല്ലേ പ്രസംഗിക്കുന്നത്, പുസ്തകത്തിൽ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. റിമെമ്പർ ദിസ്. ദൈവത്തിന്റെ പ്ലീസ് ബി അറ്റൻറ്റീവ്. വളരെ നെഞ്ചുപൊട്ടി ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു തമാശയായിട്ട് ഇതൊക്കെ എടുക്കുമ്പോൾ ഇറ്റ് ഹർട്സ്, പെയിൻസ് ദ പ്രീച്ചർ. പ്ലീസ്, എങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ലീവ് ദ പ്ലാറ്റ്ഫോം. എനിക്ക് എത്ര പേര് വരുന്നുണ്ട് എന്നതൊന്നും ഐ ഡോണ്ട് കെയർ. ഒറ്റയാളായാലും എനിക്ക് പ്രസംഗിക്കാൻ ഒരു മടിയില്ല. കർത്താവ് ഗദരദേശത്തേക്ക് തൻ്റെ പോപ്പുലാരിറ്റിയുടെ നിറവിലാണ് ഒരു മനുഷ്യന് വേണ്ടി കർത്താവ് പോയത്. ഈസ് അവർ റോൾ മോഡൽ. ദയവേത് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റില്ലെങ്കിൽ പ്ലീസ് ലീവ് ദ പ്ലാറ്റ്ഫോം. പോട്ടെ. ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ ഡൗട്ട് ചെയ്യിപ്പിച്ചു. അടുത്തത് പറയാണ്, യു ആർ ഗോയിങ് ടു വിൻ. നീ ജയിക്കും, നീ ദൈവത്തെ പോലെയാകും. You are going to be victorious.
ദൈവത്തെ പോലെ ആകുക. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചു, the same thought he had, he was transferring the poison into the life of Adam and Eve. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പാഠം ശ്രദ്ധിക്കണേ, ബ്യൂട്ടിഫുൾ ആണ്. By painting sin with virtuous colors, പാപത്തെ ശ്രേഷ്ഠമായ ഗുണമായി ഭംഗിയായി അവതരിപ്പിക്കുക. ഉദാഹരണം അത് അദ്ദേഹം പറഞ്ഞല്ല, എൻ്റെ മനസ്സിൽ അതിൽ നിന്ന് കിട്ടിയ ദർശനമാണ്. പ്രൈഡ്, അഹന്തയെ ആത്മാഭിമാനമായി തെറ്റിദ്ധരിപ്പിക്കുക. Pride is colored as self-esteem. മറ്റത് അത്യാർത്തിയെ കഠിനാധ്വാനമായി ചിത്രീകരിക്കുക. 3, മദ്യപിക്കുന്നതിനെ കൂട്ടായ്മയായി ചിത്രീകരിക്കുക. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഒന്നുകൂടി ഉപയോഗിക്കുന്ന പദമല്ലേ അത്, മദ്യപാനമെന്നതോ മറ്റേത് ദുസ്വഭാവത്തിലുമായിട്ട് കണക്കാക്കാം. 4, ലഹള, വഴക്ക് സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിക്കുക. ഐ വാണ്ട് ഫ്രീഡം. അപ്പം പാപത്തെ നല്ല കാര്യമായി വരച്ചു കാണിക്കുക. ലോകത്തിലെ ഏറ്റവും ചീത്ത സാധനങ്ങളുടെ മാർക്കറ്റിങ്ങിന് ഏറ്റവും മനോഹരമായ അഡ്വർടൈസ്മെന്റ് ഉപയോഗിക്കും. 3, പാപത്തെ പെയിന്റ് അടിച്ച് നല്ലതായിട്ട് കാണിക്കും. 3, പാപത്തെ ലഘൂകരിക്കും. Sin is sin. 3 ഉദാഹരണങ്ങൾ. 1, സോവറിനെ കുറിച്ച് ലോത്ത് പറഞ്ഞ ഒരു പ്രയോഗം, ഉൽപ്പത്തി 19:20. അത് ചെറിയതല്ലോ, ഇറ്റ്സ് സ്മോൾ. സോവറിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചിട്ട് പറയാൻ ചെറുതാണ്. പാപത്തെ ലഘൂകരിച്ചു. രണ്ടാമത്തെ ഉദാഹരണം, ഞാനത് തീയിലിട്ടു, ഈ കാളക്കുട്ടി പുറത്തു പോയി. പുറപ്പാട് 32:24. വിശദീകരിക്കുന്നില്ല ഞാൻ, അതൊക്കെ വിശദീകരിക്കേണ്ട പാഠങ്ങളാണ്. ഞാൻ അങ്ങോട്ട് ഇട്ടു, കാളക്കുട്ടി പുറത്തു വന്നു, ഞാനൊന്നും ചെയ്തില്ല. 3, മൂന്നാമത്തത് നമ്മളും ഞാനും നിങ്ങളും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, അതിൽ 5 പാഠങ്ങളുണ്ട് ആ വാക്യത്തിൽ. ജസ്റ്റിഫൈങ്, ഒരു മിനിറ്റ്, അത് എന്താ കാര്യം പറഞ്ഞില്ല. ജസ്റ്റിഫൈങ് ourselves and putting the blame on others. നമ്മുടെ സഭകളിൽ നിരന്തരം നടക്കുന്ന കാര്യമാണ്. എന്റെ കുഴപ്പമൊന്നുമല്ല പാസ്റ്റർ, ചർച്ച് കൊള്ളത്തില്ല, പാസ്റ്റർ കൊള്ളത്തില്ല, വിശ്വാസികൾ കൊള്ളത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഭക്തിയോടെ ദൈവത്തെ സേവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. Justifying myself, putting blame on others. വായിച്ചോട്ടെ കുഞ്ഞെ, 1 ശമൂവേൽ 13, 11, 12 വാക്യങ്ങൾ. 13-ാം അധ്യായം ശൗല് പറയുന്ന വാചകം. നീ ചെയ്തത് എന്തെന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് 5 കാര്യങ്ങൾ. ഈ ധൃതി വെച്ച് വായിച്ചു പോയാൽ നമ്മൾ അതിന്റെ സീരിയസ്നെസ് ഒന്നുകൂടെ പതുക്കെ വായിച്ച്. നീ ചെയ്തത് എന്തെന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച. 1, ജനം എന്നെ വിട്ട് ചിതറുന്നു. 2, നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല. നീ എത്തിയില്ല. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്.
നീ എത്തിയില്ല. 3 ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു. ഫെലിസ്ത്യർ ശത്രു സൈന്യം വന്നു കഴിഞ്ഞു. 4 ഫെലിസ്ത്യർ ഇപ്പോൾ ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. 4 ആക്രമണം ഉണ്ടാകും. 5-ാമത്തതാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാ കഴിച്ചുപോയി എന്ന് പറഞ്ഞു. എന്തോ ഒരു ഭക്തൻ ദൈവത്തോട് കൃപയ്ക്കായി യാചിച്ചില്ലല്ലോ. Justifying and blaming others. Justifying myself and blaming others. നീ വന്നില്ല. ഉൽപ്പത്തിയിൽ നിങ്ങൾക്ക് കാണാതെ. ഞാൻ ഈ പഴം തിന്നതല്ല, അവള് തന്നതാണ്. അവള് പറയാണ് ഞാനല്ല പാമ്പാണ്. ഞാനല്ല പാമ്പാണെന്ന് പറഞ്ഞ അർത്ഥം ദൈവം നീയാണ് കുഴപ്പക്കാരൻ, നീയല്ല ഈ പാമ്പിനെ ഉണ്ടാക്കിയത്. ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് ഗോഡ്. 4-ാമത്തെ പാഠം തോമസ് ബ്രൂക്സിന്റെ പാഠം. മറ്റുള്ളവരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടും. Look at them. 4 ഉദാഹരണങ്ങൾ. ദാവീദിന്റെ വീഴ്ച അത് ചൂണ്ടിക്കാണിക്കും. കുഴപ്പമില്ല, നോക്കൂ, നമ്മുടെ പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കാര്യമില്ല ഇതൊക്കെ. ദൈവത്തിന്റെ പ്രിയ മനുഷ്യനായ ദാവീദ് വീണുപോയി. What is wrong? ഹിസ്കിയാവിന്റെ അഹന്ത. ഞാൻ 3-4 കാര്യങ്ങൾ തന്നെ 5 കാര്യങ്ങൾ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചതിനായി. 3 നോഹയുടെ മദ്യപാനം. 4 ഇയ്യോബിന്റെ അസഹിഷ്ണുത. 5 പത്രോസിന്റെ തള്ളിപ്പറച്ചിൽ. Pointing out the errors of others. കുഴപ്പമില്ല ബ്രദറെ, ഇവരൊക്കെ ഇതൊക്കെ കാണിച്ചതാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു നല്ല ഉദാഹരണമുണ്ട്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നതാണ് കാനാവിലെ കല്യാണം. കർത്താവ് അവിടെ കൊടുത്തില്ലേ? അതിന്റെ പശ്ചാത്തലം അറിയില്ല, അതിന്റെ സംസ്കാരം അറിയില്ല. മറ്റു പറയും, പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞില്ലേ നിന്റെ അജീർണത നിമിത്തം അല്പം സേവിച്ചോളാൻ. അപ്പൊ ഇതെങ്ങനെയാണ് നാം ഇതിനെ അതൊന്ന് പറഞ്ഞ് ഞാൻ ആ പാഠം വിടാം. ഏത് ഇന്റർപ്രട്ടേഷനും എനിക്ക് ആത്മീക വർധന വരുത്താത്ത ഇന്റർപ്രട്ടേഷൻ ആണെങ്കിൽ അത് ദൈവികമല്ല. ഏതു വ്യാഖ്യാനം, വേദപുസ്തകത്തിലെ ഒരു പാഠത്തെ ദൈവത്തോട് അടുപ്പിക്കാനുള്ള വ്യാഖ്യാനമല്ലെങ്കിൽ ആ വ്യാഖ്യാനം ദൈവികമല്ല, മാനുഷികമാണ്. എതിരാളിയുടെ ആയുധം, എതിരാളിയുടെ തന്ത്രം. 1-ാമത്തെ തന്ത്രം വഞ്ചന, കാപട്യം. 7 പാഠങ്ങളാണ്. അത് ഇന്ന് പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം വഞ്ചന വളരെ സീരിയസ് ആയി മനസ്സിലാക്കണം. വഞ്ചന 3 തലത്തിലുണ്ട്. ഡിസെപ്ഷൻ ഇൻ 3 ways. പ്രാകൃതനെ വഞ്ചിക്കുന്നത് പോലല്ല ജഡീകനെ വഞ്ചിക്കുന്നത്. ജഡീകനെ വഞ്ചിക്കുന്നത് പോലല്ല ആത്മീയനെ വഞ്ചിക്കുന്നത്. അതാണ് വഞ്ചനയ്ക്ക് 3 തലമുണ്ട്. പ്രാകൃതനെ വഞ്ചിക്കുന്നു. 2 കൊരിന്ത്യർ 4:4 അവിശ്വാസിയുടെ കണ്ണ് കുരുടാക്കും. അതാണ് പ്രാകൃതനുള്ള വഞ്ചനയുടെ സ്വഭാവം. വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ജഡീകനെ വഞ്ചിക്കുന്നത് യാക്കോബ് 1:22 വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. ചതിയുടെ 2-ാം ഘട്ടം, കേട്ടിട്ട് അനുസരിക്കുന്നില്ല.
എനിക്ക് വളരെ നന്ദിയുണ്ട് ദൈവത്തോട്. എൻ്റെ മിക്കവാറും സ്ഥലങ്ങളിലെ സന്ദേശങ്ങളും ബൈബിൾ സ്റ്റഡിയും കഴിയുമ്പോൾ പല ആളുകൾ എന്നെ വിളിച്ച് പറയും, പാസ്റ്റർ, ഇന്ന മേഖലയിൽ എൻ്റെ ജീവിതത്തിൽ പരാജയമായിരുന്നു. Your study has completely changed my attitude. എനിക്ക് വളരെ നന്ദിയുണ്ട് ദൈവത്തോട്, ദൈവമക്കളോട് ഇത് സ്വീകരിക്കുന്നതിൽ, ഇതിനെ ഗൗരവമായി കാണുന്നതിൽ. ഏത് ഏരിയയിലാണ് നാം തെറ്റിപ്പോകുന്നതെന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മോട് ഇടപെടും, ഒരു സംശയമില്ല കാര്യം. പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാനത് റിസീവ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ജഡീകനാണ്. മൂന്നാമത്തത്, ഒന്നുകൂടെ ആവർത്തിക്കാം, പ്രാകൃതനെ വഞ്ചിക്കുന്നത് വചനം അവന്റെ ഉള്ളിൽ കയറാതെ, ജഡീകനെ വഞ്ചിക്കുന്നത് അനുസരിക്കാൻ അനുവദിക്കാതെ, ആത്മീയനെ വഞ്ചിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ് പൗലോസ് പറഞ്ഞത്. 1 കൊരിന്ത്യർ 3:18. ഞാൻ അതിന് സ്വയവഞ്ചന എന്ന പേരിട്ടു, സെൽഫ് ഡിസെപ്ഷൻ. വാക്യം ഇതാ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ജ്ഞാനിയും തോന്നിയാൽ ഭോഷനായി തീരട്ടെ. ഐ എം ദ ലാസ്റ്റ് വേർഡ് എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ ഭോഷനാണ്, വിഡ്ഢിയാണ്, ഞാൻ ചതിക്കുകയാണ്. I need correction. I need growth. I need to know the scripture more. ദൈവത്തിന് സ്തോത്രം. വഞ്ചനയുടെ 3 തലങ്ങൾ. വഞ്ചന എന്നതിനെ എങ്ങനെ നമുക്ക് ഒരു നിർവചനം പറയാം? സത്യമല്ലാത്തത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കുക. കർത്താവ് അതും വളരെ ലളിതമായി പറയുന്നുണ്ട്. യോഹന്നാൻ 8:44 വായിക്കാമോ? നിങ്ങൾക്ക് വളരെ പരിചിതമാണ് ആ വാക്യം. നിങ്ങൾ പിശാചിന്റെ മക്കൾ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഭോഷക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അവൻ ഭോഷക്ക് പറയുന്നു, അതിന്റെ അപ്പനുമാകുന്നു. അർത്ഥം, ദ ഫാദർ, ദ ഒറിജിനേറ്റർ ഓഫ് deception is devil. വഞ്ചന. നിങ്ങൾക്കതിന്റെ പ്രായോഗിക തലത്തിലെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ആളുകൾ വഞ്ചന ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ. എന്തുവാ പാസ്റ്ററെ പറയുന്നതെന്ന് വിചാരിക്കും. ഞാനൊരു 6 ബോറൽ പ്രസംഗം പറഞ്ഞു വിചാരിക്കുക. പക്ഷെ എന്നോട് പ്രിയമുള്ളവർ എന്നെ ഒന്ന് പൊക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവദാസനിലൂടെ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തിയായി ഇടപെട്ടു. ഭോഷ്ക പ്രാർത്ഥന വാചകത്തിനകത്ത് കയറ്റാം. നെവർ ഫോർഗെറ്റ് ഇറ്റ്. എന്റെ ഹൃദയവും നിങ്ങളുടെ ഹൃദയവും അറിയുന്ന സത്യവാനായ ദൈവത്തിന്റെ മുൻപിലാണ് എന്നത് നാം മറന്നുപോകുന്നു. പാസ്റ്റർ ആൻഡ്രൂസ് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടൊരു സ്ഥലത്ത് ഒരാളെ ശ്രേഷ്ഠദാസൻ എന്ന് പറഞ്ഞില്ല. പുള്ളി യോഗം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങളെന്താ എന്നെ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞത്? എനിക്ക് തോന്നി മനസ്സിൽ, പിന്നെ പിശാചിന്റെ ദാസൻ എന്ന് പറയാമായിരുന്നു. എന്ത് പറ്റി പാസ്റ്ററെ? എന്നെ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ എന്നാ എല്ലാരും പറയുന്നത്, നിങ്ങളെന്താ കർത്താവിന്റെ ദാസൻ എന്ന് പറയും?
പ്രിയപ്പെട്ടവരെ, ബി വിജിലന്റ്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളുടെ അകത്തൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ. I can use wrong words if I am not vigilant, if I am not careful. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളോട് ക്രിസ്തുവിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെയും എന്റെയും ഇടയിൽ മറ്റൊരുത്തൻ അദൃശ്യനായി നിൽക്കുന്നുണ്ട്. അവനുമായിട്ടാണ് നമുക്ക് കാര്യം. നിങ്ങളുടെയും എന്റെയും ശുശ്രൂഷയുടെ കണക്ക് പുസ്തകം കർത്താവിന്റെ കയ്യിലാണ്. കർത്താവിന്റെ കയ്യിലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തി ഈ വഞ്ചനയുടെ 1-2 വാക്യം പെട്ടെന്ന് കൊണ്ടുവരട്ടെ. പ്രവൃത്തി 13:10 ഒരു പ്രയോഗം, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയും. കർത്താവിന്റെ ആ പ്രയോഗമൊക്കെ വളരെ അർത്ഥവത്തായി പഠിപ്പിക്കേണ്ടതാണ്. നേർവഴി മറിച്ചു കളയും. നേരാണെന്ന് തോന്നും. 2 കൊരിന്ത്യർ 11:14 സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു. appears like an angel flight. തിരിച്ചറിയാൻ കഴിയാത്ത എന്റെ പ്രാർത്ഥനയും എന്റെ ആഗ്രഹവും ദൈവമക്കൾ സത്യവചനം പ്രസംഗിക്കുന്നവരെ, വ്യാജന്മാരെയും തിരിച്ചറിയാനുള്ള വിവേചനപരം പ്രാപിക്കണേ കർത്താവേ. ചിലരെയൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഇവൻ ഭയങ്കര തട്ടിപ്പാണെന്ന്, പക്ഷെ ഭയങ്കര പോപ്പുലാരിറ്റിയാ. I hope you understand. തിരിച്ചറിയാൻ കഴിയാത്ത വിധം വഞ്ചിക്കുന്ന വെളിച്ചദൂതന്മാർ. 2ാമത്തെ പാഠം തുടങ്ങി വെക്കാം. ടെംപ്റ്റേഷൻ, പ്രലോഭനം. എന്തായിരുന്നു? ഞാൻ 33 പോകുന്നതിന്റെ കാരണം ഒറിജിൻ ഓഫ് സിന്നിന്റെ ഏറ്റവും ഇൻഡെപ്ത് സ്റ്റഡി എന്നാണ്. പ്രലോഭിപ്പിക്കുക. പ്രലോഭനത്തിന്റെ ഘട്ടങ്ങൾ തിരുവെഴുത്ത് ഭംഗിയായി വിവരിക്കുന്നു. വാക്യം വായിക്കുന്നില്ല. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. റോമർ 13:14. അപ്പൊ മോഹം ജനിക്കുന്നത് ചിന്തയിൽ നിന്നാണ്. അടുത്ത പാഠം യാക്കോബ് 1:15. മോഹം മുഴുത്തിട്ട് പാപത്തെ പെറുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. ചിന്ത വളർന്ന് മോഹമാകുന്നു, മോഹം വളർന്ന് പാപമാകുന്നു, പാപം വളർന്ന് മരണത്തിലേക്ക് വീഴും. കാണാപ്പാഠം പഠിക്കണം. ചിന്ത, മോഹം, പാപം, മരണം. ഇപ്പൊ ശത്രു ചെയ്യുന്നത് ചിന്തയിട്ട് നിൽക്കുക. ഇതാണ് 2 കൊരിന്ത്യർ 10:4-5. സങ്കല്പങ്ങളെ ഇടിച്ചു കളയും. ഏതു വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കും. ചിന്ത അകത്തു വരുമ്പോൾ അതിനെ വെട്ടിക്കളയും ഞാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി. The inner man gets purified by Holy Spirit. വിവരിക്കാൻ സമയമില്ല. എന്തിനാണ് പിള്ളേരെ കൊണ്ട് ബ്രൗൺ പേപ്പറിൽ ബുക്ക് പൊതിപ്പിക്കുന്നത്? സ്കൂളിൽ സിനിമാ നടിമാരുടെയും നടന്മാരുടെയും പടമൊക്കെ കിട്ടും. പിള്ളേർ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ സ്കൂളിൽ അനുവദിക്കുന്നില്ല? ഇതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്ത കയറും, അത് മോഹമായി മാറും.
വഞ്ചിക്കപ്പെടരുത്. ലൂക്കോസ് 4:1 പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ട്. ശ്രദ്ധിക്കുക, ഈ മോഹ ചിന്ത തരുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. ഔട്ടർ പെരിഫറൽ ഓഫ് ടെംപ്റ്റേഷൻ എന്ന് അതിനെ വേണേ വിളിക്കാം. ഔട്ടർ പെരിഫറൽ ഓഫ് ടെംപ്റ്റേഷൻ. That's a real new thought. ഉദാഹരണം കർത്താവിലേക്ക് നോക്കുക. കർത്താവ് 40 ദിവസം ആഹാരം കഴിച്ചില്ല. 40 ദിവസം ആഹാരം കഴിക്കാത്ത ആദ്യം വേണ്ടത് ഭക്ഷണമാണ്. അതുകൊണ്ട് അപ്പം, ഔട്ടർ പെരിഫറൽ ഓഫ് ടെംപ്റ്റേഷൻ, അവിടെയാണ് ശത്രു ആദ്യം തുടങ്ങുന്നത്. ഇമ്മീഡിയറ്റ് നീഡിലേക്ക്. 1 ദിനവൃത്താന്തം 21:1 അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. തന്റെ ശ്രേഷ്ഠത, തന്റെ മഹത്വം. ഞാൻ ആദ്യം 21 ദിവസം ഉപവസിച്ചത് 1991. അപ്പൊ എന്റെ വിസിറ്റിംഗ് കാർഡ് തെറ്റിദ്ധരിക്കല്ലേ, എന്റെ അനുഭവം പറയും. എൻ്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ 21 days ഫാസ്റ്റിംഗ് ദിവസം ഞാൻ മറന്നുപോയി, 12ാമത്തെയോ 13ാമത്തെയോ ദിവസം. ദൈവാത്മാവിനോട് ചോദിച്ചു, നീ എന്തിനാ നിന്റെ ഈ ഡിഗ്രിയൊക്കെ എഴുതി വെച്ചിട്ടില്ല? നീ വലിയ വിവരമുള്ള ആളാണെന്ന് ഈ കാർഡ് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ലേ? റിമൂവ് ഇറ്റ്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ വിസിറ്റിംഗ് കാർഡ് മുഴുവൻ കത്തിച്ചളയാം. പുതിയ കാർഡ് അടിച്ചു. ഒരു വിശേഷണവും ഇല്ലാത്ത കാർഡ്. നിങ്ങൾ ആരെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലെഫ്റ്റ് ടു യു കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയുക, എന്നോട് ദൈവം ഇടപെട്ട കാര്യം. അത് തെറ്റാണോ ശരിയാണോ ഒന്നും തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ്. ഐ എം സംതിങ് ബിഗ് എന്ന തോന്നൽ വരുത്തണ്ട എനിക്ക്. ഇസ്രായേലിനെ എണ്ണി, ഐ എം ഗ്രേറ്റ്. പിശാചിന്റെ തന്ത്രം കണ്ടോ? നീ പണത്തിലേക്ക് വരാം. അപ്പൊ ഒന്ന്, ഞാൻ ഔട്ടർ പെരിഫറൽ പറഞ്ഞു, ഭക്ഷണം. 2, എന്റെ ശ്രേഷ്ഠത. 3ാമത്തത് കാശ്. പിശാച്. യോഹന്നാൻ 13:2 പിശാച് ശിമോന്റെ മകനായ യൂദായുടെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. എന്തിനായിരുന്നു? ഏതോ ഒരു വേദപണ്ഡിതന്റെ, ഞാൻ മറന്നുപോയാൽ, മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട്. യൂദ മനസ്സിൽ കരുതിയത് കർത്താവിനെ പിടിക്കാൻ വരുമ്പോ കർത്താവ് തന്റെ ശക്തി കാണിച്ച് ഇതിനെ അതിജീവിക്കും. അപ്പൊ എനിക്ക് കാശും കിട്ടും, കർത്താവ് രക്ഷപ്പെടുകയും ചെയ്യും. ഇതിന് ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ അല്ല, അങ്ങനെ ധരിക്കരുത്. എനിക്കത് വളരെ സ്വീകാര്യമായിട്ട്. കാരണം അതുകൊണ്ടാണല്ലോ യൂദ പോയി ആത്മഹത്യ ചെയ്തത്. അയാളുടെ വേദന ഉണ്ട്, കർത്താവ് രക്ഷപ്പെട്ടില്ല, ഞാൻ വിചാരിച്ച പോലെ കാര്യമൊന്നും നടന്നില്ല. മണി. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആൻഡ്രൂ മുറയുടെ പുസ്തകം വായിക്കണം, പണത്തെ കുറിച്ചുള്ള. പണത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ മരണക്കിടക്ക് വരെ വരും, സൂക്ഷിച്ചില്ലെങ്കിൽ. മരണക്കിടക്ക് വരെ. പേര് പറയുന്നില്ല. കേരളത്തിലൊരു വളരെ പ്രസിദ്ധനായ ശുശ്രൂഷകൻ തന്റെ അവസാന നാളുകളിൽ തന്റെ ബാങ്ക് പാസ്ബുക്ക് കെട്ടിപ്പിടിക്കുമായിരുന്നു എന്ന് ഞാൻ കേട്ടു. വെരി ഡേഞ്ചറസ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പണം തെറ്റല്ല, പണം, നിങ്ങളെല്ലാം ധനവാന്മാരാകട്ടെ, ഒരു കുഴപ്പമില്ല. ബട്ട് ബിവെയർ ഓഫ് ദ ഡിസയർ. പ്രലോഭനത്തിന്റെ ഏറിയകൾ. പ്രവൃത്തി 5:3 സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? ഇറ്റ് വാസ് യുവർ ലാൻഡ്, ഇറ്റ് വാസ് യുവർ മണി. ഇത് നിന്റെതല്ലായിരുന്നു ആ സ്ഥലം.
നിന്നോടാരെങ്കിലും പറഞ്ഞു അത് വിറ്റുകൊണ്ട് തരാൻ? അതിനകത്തെ പാഠം എന്താണ്? ഇല്ലാത്തത് ഉണ്ടെന്ന് അഭിനയിച്ചു. പത്രോസിന്റെ മുൻപിൽ ആ പണം കൊണ്ട് വെക്കുമ്പോൾ കാഴ്ചക്കാരും മുഴുവനും ധരിക്കുന്നത് വിറ്റ പണം മുഴുവൻ കൊണ്ടുവന്നെന്നാണ്. പക്ഷേ അതൊരു ഭാഗം മാറ്റിവെച്ചത്, എനിക്ക് ചില ആളുകൾ പൈസ അയച്ചു എന്താ പറയും, പാസ്റ്ററെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് കൊടുക്കണം. ഞാൻ ആ പൈസ കൊടുത്തിട്ട് പറയും, ഇത് എന്റേതല്ല, ഇത് ഇന്ന ദൈവദാസൻ അയച്ചെന്നതാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ വലിയ ദാനശീലനാണെന്ന്. എന്റെ പൈസയൊന്നും അല്ല ഇത്. നെവർ ആക്ട്, നെവർ ആക്ട്. രണ്ടുപേര് സാക്ഷ്യം പറഞ്ഞു, രണ്ടുപേര് കാണാം. ഇപ്പോഴത്തെ ഈ സൂം പ്ലാറ്റ്ഫോമിലൊക്കെ കാണാൻ പരസ്യവും. എന്താണ് ഈ പരസ്യക്കാരുടെ ഉള്ളിലെ താല്പര്യം? ഫേസ്ബുക്കിനകത്ത് ഇടുക, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുക, ചർച്ച് ഗ്രൂപ്പിൽ ഇടുക ഫോട്ടോ. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന പാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്ക്, രാവും പകലും എത്ര ആയിരം പരസ്യവും നടത്തിയിട്ടുണ്ട് അവർ. അവരാരെങ്കിലും കാണിച്ചു? ആരെങ്കിലും കാണിച്ചു? അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്? Who is putting them down? നിങ്ങൾക്ക് ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ പോലും ശത്രു നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുന്നു. പ്രലോഭനം, പോപ്പുലാരിറ്റി. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. തിരിച്ചറിയാൻ നമുക്ക് ഇന്ന് രാത്രി കഴിയട്ടെ. നോക്കൂ, നിങ്ങളുടെ ഈ പറഞ്ഞ അവസാനിപ്പിക്കാം. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നിങ്ങളോട് സത്യം പറയില്ല. മറന്നുപോയതൊരു വാക്യം, കണ്ണിനെ വിശ്വസിക്കരുത്. സദൃശവാക്യങ്ങൾ എവിടെയാണ്? ഡോണ്ട് ബിലീവ് യുവർ ഐസ്. പൊത്തിഫറിന്റെ ഭാര്യയുടെ കയ്യിൽ യോസഫിന്റെ വസ്ത്രം ഇരിക്കുന്നുണ്ട്. കോടതിക്ക് വേണ്ടത് വിറ്റ്നസ് ആണ്, കോടതിക്ക് വേണ്ടത് തെളിവാണ്. തെളിവാണ് ആ വസ്ത്രം. പഞ്ചേന്ദ്രിയങ്ങൾ സത്യം പറയില്ല. പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തൊരു സത്യമുണ്ട്. എന്റെ സ്നേഹിതൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ സ്വർഗമുണ്ടെന്ന് എന്താ തെളിവ്? ഞാൻ പറഞ്ഞു, സ്വർഗമുണ്ടെന്ന് തെളിവില്ല, എനിക്ക് ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് നൽകപ്പെടുന്ന ദൈവികമായ യുവർ സെൻസസ് വിൽ ലൈ. ശത്രു ഈ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ ഉപയോഗിച്ചാണ് നമ്മെ വഞ്ചിക്കുന്നത്. കാൺമാൻ ഭംഗിയുള്ള പഴം, കയ്യിൽ കൊണ്ടുവച്ച യാഗവസ്തുവാണോ ഹാബേല് വെച്ച യാഗവസ്തുവാണോ മനോഹരം? കയ്യിൽ കൊണ്ടുവച്ചത് ആപ്പിളിന്റെ ചുമപ്പ്, ഓറഞ്ചിന്റെ മഞ്ഞ, കാരറ്റിന്റെ ഓറഞ്ച് കളർ. എത്ര ഭംഗിയാണ് കാണാൻ. ഹാബേല് കൊണ്ടുവച്ചത് രക്തം ഒഴുകുന്ന ആട്. അപ്പിയറൻസ് അല്ല ദൈവത്തിന്റെ ശ്രേഷ്ഠത. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകിയ ദൈവത്തിന്റെ കരുണയുടെ മുൻപിൽ ഇന്ന് രാത്രി ഞാൻ വിനയപ്പെടുന്നു. നാം തോൽക്കില്ല, തോറ്റ് പിന്മാറില്ല. നാം ഇതിനെ അതിജീവിക്കും, ജയകരമായ ജീവിതം നയിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.